Hello guys, welcome back to Star Life Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ OnePlus 8 Pro എന്ന സ്മാർട്ട് ഫോണാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. OnePlus ഒഫീഷ്യലി ഇന്നലെയാണ് OnePlus 8 സീരീസിലെ രണ്ട് സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തത്, OnePlus 8 ആൻഡ് OnePlus 8 Pro. സോ പ്രോ വേർഷൻ ആയിട്ടുള്ള OnePlus 8 Pro എന്ന സ്മാർട്ട് ഫോണാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ 6.78 ഇഞ്ച് QHD പ്ലസ് ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ OnePlus 7 Proയിൽ കണ്ടപ്പോൾ തന്നെ ഒരു പോപ്പ് സെൽഫി ക്യാമറയൊന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നില്ല. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ കേർവ്ഡ് എഡ്ജസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് OnePlusന്റെ 120 Hz റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് OnePlus 8 Pro. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് കൂടിയാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 199 grams ആണ്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് ആൻഡ് റിയർ സൈഡ് ഗ്ലാസും അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. നമ്മൾ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 എന്നൊരു ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10 ബേസിൽ ഓക്സിജൻ OS 10 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ GPU എന്ന് പറയുന്നത് Adreno 650 ആണ്. OnePlus 8 Pro എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് രണ്ട് വേരിയൻസിലാണ് ലഭിക്കുന്നത്. ബേസ് വേരിയൻറ്റ് വരുന്നത് 8GB റാമും അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. രണ്ടാമതായിട്ട് 12GB റാമും അതുപോലെ തന്നെ 256GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. പിന്നെ UFS 3.0 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ് വരുന്നത്. f1.7 ആണ് അപ്പർച്ചർ വരുന്നത്. നമ്മുടെ സോണി IMX689 എന്നൊരു പുതിയ സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് 48 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്, അതിൽ നമുക്ക് 119 ഡിഗ്രി ഫീൽഡ് വ്യൂ ലഭിക്കുന്നുണ്ട്. മൂന്നാമതായി 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, അതിൽ നമുക്ക് 3x ഒപ്റ്റിക്കൽ സൂമും അതുപോലെ തന്നെ 30x ഡിജിറ്റൽ സൂമും ലഭിക്കുന്നുണ്ട്. നാലാമതായിട്ട് 5 മെഗാപിക്സലിൻ്റെ ഒരു കളർ ഫിൽറ്റർ ആണ് വരുന്നത്. നമുക്ക് നോർമൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫിൽറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നാലാമതായിട്ട് വരുന്നത്. നാലാമത്തെ സെൻസർ അത്ര മികച്ച ഒരു സംഭവമായിട്ടൊന്നും എടുത്ത് പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ്. സെൽഫി ക്യാമറ നോക്കുമ്പോൾ 16 മെഗാപിക്സലാണ് വരുന്നത്. f2.4 ആണ് അപ്പർച്ചർ വരുന്നത്. സോണി IMX471 എന്ന സെൻസറാണ് ഈ ഒരു സെൽഫി ക്യാമറയിൽ വരുന്നത്. ഇനി നമ്മൾ ബാറ്ററിയെക്കുറിച്ച് നോക്കുമ്പോൾ 4510 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ 30 വാട്ട്സിൻ്റെ വ്രാപ്പ് ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ 30 വാട്ട്സിൻ്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയർഡ് ചാർജിങ് നമുക്ക് 50% 23 മിനിറ്റ്സിനകം തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് 50% 30 മിനിറ്റ്സിനകം ചാർജ് ചെയ്യാനും സാധിക്കും. പിന്നെ ഒരു റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത്ര ഫാസ്റ്റ് ഒന്നല്ല, വെറും 3 watts ആണ് വരുന്നത്. പിന്നെ Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പക്ഷേ 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ അല്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഗ്ലേഷ്യൽ ഗ്രീൻ, ഒണിക്സ് ബ്ലാക്ക്, അൾട്രാ മെറൈൻ ബ്ലൂ എന്നീ 3 കളേഴ്സിലും അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ OnePlus 8 Pro എന്ന ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസാണ്. 8GB റാം ആൻഡ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന ബേസ് വേരിയൻറ്റിന് US നമുക്ക് $899 ആണ് ലഭിക്കുന്നത്. സോ ഇന്ത്യൻ പ്രൈസ് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 68,000 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ ടോപ്പ് വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12GB റാം ആൻഡ് 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. അതിന് പ്രൈസ് US വരുന്നത് $999 ആണ്. അത് നമ്മൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 75,000 rupees ആണ്. സോ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.